അവിടുത്തെ ഒരു വാർഡിൽ കുറഞ്ഞത് 1000 ആൾക്കാരുണ്ടാവുമല്ലോ. ഈ 1000 ആളോട് സവാദിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ മതി. ഒരാൾക്ക് ഒരു മോശം അഭിപ്രായം അവിടെ ഉണ്ടാവില്ല. ഒരു നല്ല ചെറുപ്പക്കാരനാണ് സവാദ്. പക്ഷെ ആക്ച്വലി സംഭവം ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ടായി. പെട്ടെന്ന് ആർക്കും സവാദ് ഓടിയതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആളുകൾ പറയുന്നത്. സവാദ് ഇവിടെ രജനീകാന്ത് എന്നല്ലല്ലോ, ഒരു വിഷയം, ഒരു പെണ്ണുമായിട്ടുള്ള ഒരു വിഷയം അവിടെ നിലവിലുണ്ടാവുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ സവാദിന് ഒന്ന് അവിടുന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം. എന്നിട്ട് സവാദ് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അല്ലെ സവാദ് മാറി നടക്കുന്ന സാഹചര്യം ഒന്നല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരാളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ അങ്ങനെ നടക്കുന്ന ഒരാളാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നഗ്നതാ പ്രദർശനത്തെ കുറിച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ രേണു സുധി, ജസ്ന സലീം, അതുപോലെ തന്നെ ഷാജിദ ഷാജി, പിന്നെ RJ അഞ്ജലി, ഇവരെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ അവർക്കൊരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ സവാദ് രംഗത്ത് വന്നിട്ടുണ്ട്. സവാദ്, അങ്ങനെയാണ് ആ പയ്യൻ്റെ പേര്. ഇവനെയൊക്കെ എന്ത് പേരിൽ വിളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞരമ്പൻ എന്ന് പറഞ്ഞാൽ ഞരമ്പൻ. ഇവനെയൊക്കെ വീട്ടിലെ അമ്മയും പെങ്ങളും മക്കളും സഹോദരിമാരും ഒന്നും ഇല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പൊതുസ്ഥലങ്ങളിൽ ഇവന്മാരൊന്നും ഇങ്ങനെ ഒന്ന് പെരുമാറില്ലല്ലോ. ഞാൻ നമ്മുടെ ഒരു അപ്പൂപ്പൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുസ്ഥലത്ത് ഇവന്മാർ ഇങ്ങനെയാണെങ്കിൽ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും? പെൺകുട്ടികളൊക്കെ സേഫ് ആയിരിക്കുമോ? അറിയില്ല. എന്തായാലും ഇവൻ 2023 ഈ മസ്താനി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ നേരെ KSRTC ബസ്സിൽ വെച്ച് ഇതുപോലൊരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ ഒരു വീഡിയോ ആ കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. 2023 നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് തൃശൂർ സ്വദേശിനിയും നടിയും മോഡലുമായ മസ്താനി എന്ന നന്ദിത ശങ്കരയ്ക്ക് നേരെ നഗ്നതാ പ്രസംഗം നടത്തിയ സവാദിനെ ഓർമ്മയില്ലേ? ഇയാളാണ് ആ കക്ഷി. Can you stop doing that, please? Can you stop doing that? No, can you stop doing that? ആളുടെ സിപ്പ് തുറന്നിട്ട് കുറെ നേരം ആള് ഇവിടുത്തെ കുറച്ച് പനിയിപ്പിക്കുന്നത്. Are you okay? Is everything okay with you? Is your zip open? It's not. It's not. It's not. Are you sure it's not? Are you sure? His zip was open. It's the there. Is the zip open? Is the zip open? Zip open ആണോ? കുറെ നേരം he was zip open. I just want to know if his zip was open. Zip open ആണ്. His shit was outside. Complaint ഉണ്ട്. Complaint ഉണ്ട്. KSRTC ബസ്സിൽ അതിക്രമം, സവാദ് വീണ്ടും അറസ്റ്റ്. ഇതായിരുന്നു നമ്മുടെ കണ്ടന്റ്. അയാള് സംസാരിക്കുക പോലെയല്ല, ഓടി രക്ഷപ്പെടുകയാണ്. നമ്മുടെ KSRTCയിൽ നമ്മുടെ കണ്ടക്ടർ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് സവാദ്. ആ പോലീസുകാർ കണ്ടുപിടിച്ച് ജയിലിലാക്കി. ജയിലിൽ നിന്ന് ഇയാൾ തിരിച്ചു വരുന്ന ഇയാൾക്ക്, അതായത് റിമാൻഡിൽ പുറത്തിറങ്ങുന്ന ഇയാൾക്ക് നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ, അങ്ങനെയാണ് ആളുടെ പേര്, അയാൾ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കൂടി നമുക്ക് അതൊരു കണ്ടിട്ട് വരാം. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് നിന്നു കേട്ടോ. എല്ലാം വലിയൊരു സപ്പോർട്ടുണ്ട്. ഒരു മിനിറ്റ് നിന്നോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിന്നോ. പുള്ളി സംസാരിക്കില്ല. പാടില്ല. മൊത്തം സവാദ് മറുപടി പറഞ്ഞിട്ട് പോകും. ണ്ട് കൂടെ എന്തിനു പേടിക്കണം എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നുണ്ടല്ലേ ഇവനെയൊക്കെ. ഇവനെന്ന് വെച്ചാൽ ആ ജയിലിൽ നടന്ന സമയത്ത് മാലയൊക്കെ ഇട്ട് കൊടുത്ത പുണ്യപ്രവൃത്തി ചെയ്താണ്. അത് നമ്മുടെ ഇന്ത്യയുടെ രാജ്യസുരക്ഷയൊക്കെ കൈവരിച്ചിട്ട് പറഞ്ഞ ജവാനെ പോലെയാണ് അവർ സ്വീകരിച്ചത്. ഇവനെയൊക്കെ സ്വീകരിച്ച് ഇവനെയൊക്കെയാണ് ആദ്യം അടിക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു വൃത്തികെട്ട പരിപാടി ചെയ്ത് ഇവനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ടല്ലോ. ഈ മസ്താനി ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ്
നന്ദന അങ്ങനെ എന്തോ ആണ് കുട്ടിയുടെ പേര്, ചെയ്തതാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഉണ്ടല്ലോ എന്ത് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കണം. എന്നാൽ വീണ്ടും അതുകൊണ്ടല്ലേ അന്ന് അവൻ ഇത്രയും പിന്തുണ കൊടുത്തതുകൊണ്ടല്ലേ അവൻ വീണ്ടും ഈ അതിക്രമം കാണിച്ചത് KSRTC ബസ്സിൽ തന്നെ വീണ്ടും ഇതുപോലൊരു പ്രവൃത്തി ചെയ്തത്. ഇതിനെക്കുറിച്ച് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിനോട് നമ്മുടെ ഒരു ന്യൂസ് 18 കേരളയിൽ ചോദിക്കുന്നുണ്ട്, അവതാരക ചോദിക്കുന്നുണ്ട്, അപ്പം ന്യൂസ് റീഡർ ചോദിക്കുന്നുണ്ട്. അപ്പം അയാൾ പറയുന്ന മറുപടിയൊക്കെ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കേട്ടിട്ട് വരാം. അതിനെ സ്വീകരിക്കാൻ സവാദിന് മാല ഇടേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടും. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ. നിങ്ങളുടെ പ്രോത്സാഹനമായിരിക്കും രണ്ടാമതും വാഹനത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ അയാൾക്ക് പ്രചോദനമായതല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറയുന്നു ഇതിപ്പോ എന്താണ് ഇവിടെ തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും ഇത് പരാതിക്കാരി ആരെന്ന് പോലും വ്യക്തമല്ല. പിന്നെ പരാതിക്കാരി അറിയുന്ന എന്തിനാണ്? വേട്ടയാടാനാണോ? എന്തേ പരാതിക്കാരിയെ അറിയുന്നത് എന്തിനാണ് നിങ്ങള്? അല്ല, മുൻപ് ഇതുപോലെ നന്ദിതയോട് ചെയ്തത് ആവർത്തിക്കാനാണോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മുൻപ് മസ്താനി ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിരുന്നല്ലോ. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ഏത് കേസില്? അപ്പൊ നമ്മൾ ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മതിയായിട്ടുള്ള തെളിവുകൾ വേണം, അല്ലെങ്കിൽ കോടതിയിൽ അത് നിലനിൽക്കില്ല. പക്ഷേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തത വന്നിട്ടില്ല. പരാതിക്കാരി ആരാണെന്നോ, അത് മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട്, നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സവാദിനെ ഏത് വിധേനയും ഇനിയും ജയിലിലാക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പൊ അത് പോലീസ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ബസ്സിൽ മോശം പെരുമാറാൻ സവാദിനെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണെന്നോ? എങ്ങനെയാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം മറ്റൊരാളുടെ പ്രേരണയാകുന്നത്? എങ്ങനെയാണ്? അല്ല, ഇതിപ്പോ ഈ ഏതോ ഒരു പെൺകുട്ടിയെ എന്തോ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നു. ഏതോ ഒരു പെൺകുട്ടി അല്ലല്ലോ ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ. പോലീസ് അവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ അറിയണം, ആളാരാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? സമൂഹ മാധ്യമത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാനാണോ? 6 മിനിറ്റ് മോശം പെരുമാറ്റം നേരിട്ടതിന് അതിൽ പ്രതികരിച്ച പെൺകുട്ടി ഇത് അല്പം മുമ്പ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. 2 വർഷമായിട്ടും താൻ അനുഭവിക്കുന്ന ട്രോമ എന്താണ് എന്നത്, നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്തത് എന്താണെന്നുള്ളത്. സമൂഹ മാധ്യമത്തിൽ ഇഷ്ടപ്പെടുന്നതൊന്നും ചെയ്യാൻ കഴിയാതെ ജീവിക്കേണ്ടി വന്ന 2 വർഷത്തെക്കുറിച്ച് ഇതിനോടകം എത്ര പേർ ഇതിനൊന്നും പോകാൻ വയ്യ എന്ന് കരുതി ഇത് സഹിച്ച് പോയിട്ടുണ്ടാകും എന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നന്ദിതയുടെ കൂടെ ആയിരുന്നല്ലോ ഈ 2 ദിവസം. പിന്നീട് വന്ന് പറഞ്ഞ രീതി ഇൻസ്റ്റഗ്രാം ID പറഞ്ഞുകൊണ്ടാണോ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു യുവാവിനെതിരെ? അന്ന് ചെയ്തത് തെറ്റല്ലേ? അന്ന് ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റായതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം. നിങ്ങൾ ചെയ്തതല്ലേ തെറ്റ്? ഒരു മാനസിക രോഗിയെ പിന്തുണച്ചു. അയാൾ ചെയ്ത തെറ്റ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. അയാളെ മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് വീണ്ടും പൊതു ഇടത്തിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കാൻ നിങ്ങൾ പ്രോത്സാഹനം നൽകി. അതാണ് തെറ്റ്. ആ തെറ്റ് നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ഈ 14-ാം തീയതി എന്തുകൊണ്ടാണ് അന്ന് ഇതിന് ഈ ആരോപണം ഉന്നയിക്കുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ? എന്തുകൊണ്ടൊരു നടപടി ഉണ്ടായില്ല? ഇപ്പൊ ഈ 21-ന് എന്തുകൊണ്ടാണ് ഇത് പൊങ്ങി വന്നത്? അതാണ് എന്റെ ചോദ്യം. പരിപാടി നടത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളെ പുറകെ പോയി ആ യുവതിയും ബസ് കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ പിടിച്ചാണ് ആദ്യ സംഭവത്തിൽ പോലീസിനെ ഏൽപ്പിക്കുന്നത്. ഇത്തവണ കുറച്ചുകൂടി നിങ്ങളുടെയൊക്കെ പരിലാളനത്തിൽ കുറച്ചുകൂടി എക്സ്പെർട്ടൈസായി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു പോലീസ്. പിന്നെ കണ്ടെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. ഞാൻ പറയട്ടെ, ഇപ്പൊ സവാദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുകയോ ആ കേസിൽ വേറൊരു ചാനലില് ഞാനും കൂടി ആരാധിക്കുന്ന ഒരു റിപ്പോർട്ടർ അവിടെ രാവിലെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് പറയുക, കാണിച്ചത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡും കാണിച്ചിട്ട് സവാദ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണെന്ന്. അദ്ദേഹം ബസ്സിന്റെ ബോർഡ് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബസ്സിന്റെ ബോർഡല്ലേ നോക്കത്തുള്ളൂ. അവിടെ വേറെ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതൊന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ ഈ ബസ്സിൽ മലപ്പുറം ബസ്സിൽ കയറിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല. അതിനൊരു വ്യക്തത ഇതേവരെ പോലീസും തന്നിട്ടില്ല. നിങ്ങൾ അവതാരക ചോദിക്കുന്ന അനുസരിച്ച്, അതായത് ആ ന്യൂസ് റീഡർ ചോദിക്കുന്ന അനുസരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന് എന്താണ് തെളിവ്? മസ്താനി ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ്, ഞങ്ങൾ അവന് മാലിടേണ്ട ഇനിയും കേസുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, നിങ്ങളുടെ പ്രേരണയാളല്ലേ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ വിമർശിക്കും, ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ കൂടെ നിൽക്കുന്നത്
ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവരെയൊക്കെ വീടുകളിൽ ഇങ്ങനെ അവസ്ഥ വരണം. ഇവരെയൊക്കെ സഹോദരിമാർക്കോ മക്കൾക്കോ ആയിരിക്കും ഇവനിങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇവരൊക്കെ പ്രതികരിക്കും. നാട്ടിലുള്ള പെൺകുട്ടികളോട് ചെയ്യുമ്പോൾ ഇതൊന്നും തെറ്റല്ല, ഇതൊന്നും ചെയ്ത പ്രശ്നമില്ല, ഇവർക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ. എന്ത് പ്രോബ്ലം ഉണ്ടായാലും അവരുടെ വീട്ടിലല്ലല്ലോ എന്ന് മാത്രം ചിന്തിക്കുക. അവർ ഞങ്ങളുടെ വീട്ടിലല്ലല്ലോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് സത്യം പറഞ്ഞാൽ ഇവനെ പോലുള്ളവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവരെയൊക്കെ ഇത്തരത്തിൽ വളർത്തുന്ന ഇവരെയൊക്കെയാണ് ആദ്യം പിടിച്ച് അകത്തിടേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് എന്തായാലും വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. ഇപ്പോൾ ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് മസ്താനിയുടെ സുഹൃത്താണ് ഈ പെൺകുട്ടി എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നാണ്. ഈ മസ്താനി ഇവർ 2 വർഷം കൊണ്ട് ക്രൂശിച്ച് ഇവർ തീർന്നു. ഇനി അടുത്തൊരു പെൺകുട്ടി ഇരയായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെയും കൂടി എടുത്തിട്ട് ഇങ്ങനെ അലക്കാലോ. ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് അവളുടെ ഡ്രസ്സിങ് ശരിയല്ല, അവളുടെ നോട്ടം ശരിയല്ല, അവൾ അങ്ങോട്ട് പ്രലോഭിപ്പിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാമല്ലോ. ഇതിപ്പോൾ എന്തായാലും ഈ പെൺകുട്ടി രംഗത്ത് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ആളുകൾ അതിനെ വളച്ചൊടിച്ച് തിരിച്ച് കേസാക്കും. അങ്ങനെയാണല്ലോ ആദ്യത്തെ സവാദിന്റെ കേസിൽ ആദ്യത്തിനുണ്ടായത്. ഇവൻ ഇനിയും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.